ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർസൺ ടർബൈൻ, തേർഡ് മൊഡ്യൂളിലെ തേർഡ് ചാപ്റ്റർ സ്റ്റീം ടർബൈൻ. അതിനകത്തിലെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ടർബൈനാണ് പാർസൺസ് ടർബൈൻ അല്ലെങ്കിൽ റിയാക്ഷൻ ടർബൈൻ. ഇൻ ദിസ് type of turbine, the high pressure steam does not initially expand in the nozzle. അപ്പോൾ ഇത് പറഞ്ഞത് ഇവിടെ ഈ ഒരു ടൈപ്പ് റിയാക്ഷൻ ടർബൈനകത്ത് ഇവിടെ നോസിലൊന്നുമില്ല. ഡസ് നോട്ട് ഇനിഷ്യലി എക്സ്പാൻഡ് ഇൻ ദ നോസിൽ ലൈക്ക് അല്ലെങ്കിൽ ഇൻ ദ കേസ് ഓഫ് ഇമ്പൾസ് ടർബൈൻ പോലെ സ്റ്റീം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ നോസിലൊന്നുമില്ല. ബട്ട് ഇൻസ്റ്റഡ് ഡയറക്റ്റ്ലി പാസസ് ഇൻ ടു മൂവിങ് ബ്ലേഡ്. ഇത് ഡയറക്റ്റ് മൂവിങ് ബ്ലേഡിലോട്ട് അങ്ങ് പാസ് ചെയ്യുക ചെയ്യുന്നു. ഹൂസ് ഷേപ്സ് ആർ ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ സ്റ്റീം ഫ്ലോയിങ് ബിറ്റ്വീൻ ദ ബ്ലേഡ് വിൽ സബ്ജക്റ്റഡ് ടു ദി നോസിൽ എഫക്റ്റ്. അപ്പോൾ ഇത് ദ ഷേപ്പ് ആർ ഡിസൈൻഡ്, അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സച്ച് എ വേ ദാറ്റ് സ്റ്റീം ഫ്ലോയിങ് ബിറ്റ്വീൻ ദ ബ്ലേഡ്, അതായത് ആ ബ്ലേഡുകൾക്കിടയിലൂടെ ഒഴുകുന്ന സ്റ്റീം ഒരു നോസിൽ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് സ്റ്റീമിൻ്റെ എക്സ്പാൻഷൻ നടക്കുന്നത്. ഇത്രയും സെൻറ്റൻസ് എഴുതുക. ശേഷം ദ ഇൻക്രീസ് ഇൻ ദ വെലോസിറ്റി ഓഫ് ദ സ്റ്റീം ഫ്ലോവിങ് ഓവർ ദ ബ്ലേഡ് ഡെവലപ്പ് എ ഫോഴ്സ് വിത്തിൻ ഇറ്റ് സെൽഫ് വിച്ച് എനേബിൾ ഇറ്റ് ടു മൂവ് ഫർദർ. അടുത്തത് എഴുതുക. ഇത്രയും കഴിഞ്ഞു. ഇവിടെ ഒരു ഇഫക്റ്റ് വരെ എഴുതുന്നു. പിന്നെ ഈ നീലിൽ എഴുതുക. Consequently, there will be a backward reaction of the force causing the motion of jet. അപ്പോൾ ഈ പറയുന്നത് ഇൻക്രീസ് ഇൻ വെലോസിറ്റി ഓഫ് സ്റ്റീം ഫ്ലോയിങ് ഓവർ ദ ബ്ലേഡ് ഡെവലപ്പ് എ ഫോഴ്സ്. അപ്പം ആ ബ്ലേഡിൻ്റെ മണ്ടയ്ക്കൂടെ ഒഴുകുന്ന കൂടിയ വെലോസിറ്റിയിലുള്ള എയർ അതൊരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഡെവലപ്പ് എ ഫോഴ്സ് വിത്തിൻ ഇറ്റ് സെൽഫ് വിച്ച് എനേബിൾ ഇറ്റ് ടു മൂവ് ഫർദർ. മനസ്സിലായില്ലേ? അതിന് നമ്മൾ ആദ്യം തേണ്ടി ഈ ഒരു ഷേപ്പ് മനസ്സിലാക്കണം. ഇതൊരു ഷേപ്പാണ്. ഇതിൻ്റെ പേരാണ് എയറോഫോയിൽ ഷേപ്പ്. AEROFOIL. ഇത് വിമാനത്തിൻ്റെ വിങ്സ്, ചിറകിൻ്റെ ക്രോസ് സെക്ഷനാണ്. ഈ ഒരു ഷേപ്പിലല്ലേ വിമാനത്തിൻ്റെ വിങ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. വിമാനത്തിൻ്റെ ചിറകായാലും നമ്മുടെ സ്റ്റീം ടർബൈൻ ഇപ്പോഴെപ്പോഴേ തെറ്റുന്നു. റിയാക്ഷൻ ടർബൈൻ ആണെങ്കിലും എല്ലാം ബെർണോളിസ് പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്. വീണ്ടും ബെർണോളിസ് വന്നല്ലേ. ബെർണോളിസ് ഇല്ലാത്ത ഏരിയ ഒന്നുമില്ല. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ എയറോഫോയിൽ ഷേപ്പ് ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. വിമാനത്തിൻ്റെ കേസിലാണെങ്കിൽ നല്ല വെലോസിറ്റി 230-240 കിലോമീറ്റർ സ്പീഡിലായിരിക്കും വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത്. ആ സ്പീഡിൽ ഈ ഒരു ഷേപ്പ് കണ്ടോ. ഈ എയർ ഇങ്ങനെ വരുന്നു. പെൻസിൽ കണ്ടില്ല. എയർ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇവിടെ തട്ടുന്നു. കുറച്ച് എയർ താഴോട്ടും പോവും, കുറച്ച് എയർ മേലോട്ടും പോവും അല്ലേ. സ്പ്ലിറ്റായിട്ട് ഇങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും. ഇവിടെ കൂടെ പോകുന്ന എയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സെയിം വെലോസിറ്റി ആയിരിക്കും. ഇവിടെ കൂടെ ഇപ്പോൾ 230 km/h ആണെങ്കിൽ വിമാനത്തിൻ്റെ കേസറേ പറഞ്ഞത്, ഇവിടെ ഈ സെയിം വെലോസിറ്റി ആയിരിക്കും. പക്ഷേങ്കിൽ ഈ ഒരു പ്രത്യേക ഷേപ്പ് കാരണം ഈ മുകളിൽ പാസ് ചെയ്യുന്ന എയറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ വെലോസിറ്റി ഇവിടെ കൂടുതലായിരിക്കും. ഇവിടെ വെലോസിറ്റി നോർമലും ഇവിടെ വെലോസിറ്റി കുറവുമായിരിക്കും. അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? വെലോസിറ്റി കൂടിയാൽ പ്രഷർ കുറയും, പ്രഷർ കൂടിയാൽ വെലോസിറ്റി കുറയും അല്ലേ. അപ്പം ഇവിടെ വെലോസിറ്റി കൂടുതലാണ്, ഇവിടെ വെലോസിറ്റി നോർമലാണ്. മീൻസ് ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറവാണ്. അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലും ഇവിടെ പ്രഷർ കുറവുമായിരിക്കും അല്ലേ. ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം വെലോസിറ്റി കൂടുന്നിടത്ത് പ്രഷർ കുറയും, വെലോസിറ്റി കുറവുള്ളിടത്ത് പ്രഷർ കൂടും. അപ്പോൾ അതിൻ്റെ ഫലമായി ഒരു റിയാക്ഷൻ ഫോഴ്സ് ഈ പ്രഷർ ഡിഫറൻസ്, പ്രഷർ കൂടിയിടത്തു നിന്നും കുറഞ്ഞിടത്തേക്കല്ല പോവുക. അപ്പം ഇവിടുന്നുള്ള ഈ എയർ ഈ പ്രഷർ കുറഞ്ഞ ഏരിയയിലേക്ക് ഇതിനെ പിടിച്ച് മേപ്പോട്ട് തള്ളും. ഇങ്ങനൊരു ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യും. അപ്പോൾ ഇത് കാരണമാണ് വിമാനം പറന്ന് പൊങ്ങുന്നത്. ഇതിൻ്റെ പേരാണ് ലിഫ്റ്റ് ഫോഴ്സ്. ആ സെയിം ലിഫ്റ്റ് ഫോഴ്സ് വെച്ചാണ് സ്റ്റീം റിയാക്ഷൻ ടർബൈനുകളും വർക്ക് ചെയ്യുന്നത്. സെയിം ഇതേപോലെ തന്നെ. നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ വീഡിയോയ്ക്കകത്തൊരു ചെറിയ പിക്ചർ കാണിച്ചു തരാം, സ്റ്റീം ടർബൈൻ്റെ ക്രോസ് സെക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ
അപ്പോൾ ഇനി സ്റ്റീം ടർബൈൻ്റെ കേസ് നോക്കി. സ്റ്റീം ടർബൈൻ സ്റ്റീമാണല്ലോ അവിടെ ഫ്ലൂയിഡ്. സ്റ്റീം ഹൈ വെലോസിറ്റി സ്റ്റീം വരുന്നു, ഇവിടെ നോർമൽ വെലോസിറ്റിയിൽ പോകുന്നു, ഇവിടെ അതിനേക്കാളും കൂടിയ വെലോസിറ്റിയിൽ പോകുന്നു. അപ്പോൾ ഇവിടെ പ്രഷർ കുറയും, ഇവിടെ നോർമൽ പ്രഷറായിരിക്കും. അപ്പോൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഈ പ്രഷർ കൂടിയിടത്തുനിന്നും കുറഞ്ഞിടത്തേക്ക് പോകാൻ ടെൻഡൻസി വരും. അപ്പോൾ ഒരു തള്ളൽ വരും. അപ്പോൾ ഈ ഒരു സ്റ്റീം മേപ്പോട്ട് ഇതിനെ പിടിച്ച് തള്ളും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇൻക്രീസ് ഇൻ ദ വെലോസിറ്റി ഓഫ് എ സ്റ്റീം ഫ്ലോയിങ് ഓവർ ദ ബ്ലേഡ് ഡെവലപ്പ് എ ഫോഴ്സ് വിത്തിൻ ഇറ്റ് സെൽഫ് വിത്ത് enable it to move further. Consequently, there will be a backward reaction to the force causing the motion of jet. അപ്പോൾ ആ മോഷൻ ഓഫ് ജെറ്റ് കാരണം ആ ഒരു ബാക്ക്വേർഡ് റിയാക്ഷൻ അത് മൂലം ഈ ബ്ലേഡ് മൂവ് ചെയ്യും. ഇതൊരു ബ്ലേഡാണെന്ന് വിചാരിച്ചാൽ ഈ ബ്ലേഡ് ഇങ്ങനെ മൂവ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കിത് വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലായെങ്കിലും ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. അപ്പോൾ വീഡിയോയുടെ കൂടുതൽ ആഡ് ചെയ്ത് തരാം. അത് കറങ്ങുന്ന കൂട്ടത്തിൽ ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇനി നേരെ ബാക്ക് സൈഡ് ഇനി എഴുതാം. നമ്മുടെ എക്സാമുള്ള നമ്മുടെ പ്രധാന വിഷയം ഇപ്പോൾ ഇനി എഴുതാൻ വേണ്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് എഴുതാൻ വേണ്ടിയുള്ള സംഭവം. ദി ആക്ച്വൽ റിയാക്ഷൻ ടർബൈൻ, ഓൾസോ കോൾഡ് ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻ, കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് റോസ് ഓഫ് മൂവിംഗ് ബ്ലേഡ് ഫിറ്റഡ് ഓൺ ദ ഡിഫറെൻറ്റ് റോട്ടർ കീഡ് into the turbine shaft with the alternative rings fixed, blades rigidly fixed to the casing of the turbine. വലിയൊരു സെൻറ്റൻസ് അല്ലേ അത്. ഇത് പറയുന്നത് ദി ആക്ച്വൽ റിയാക്ഷൻ ടർബൈൻ, ഓൾസോ കോൾഡ് ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻ. ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുമ്പോൾ ഈ ഷേപ്പിനകത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കണം. ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ഇരിക്കുക. അപ്പോൾ ഇത്രയും ഏരിയയിൽ എന്ത് സംഭവിക്കും? ഇത്രയും ഏരിയയിൽ റിയാക്ഷൻ സംഭവിക്കും. ഈ സ്റ്റീം ഇവിടെ തട്ടിയിട്ട് ഇമ്പൾസ് കൂടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ തെന്നി വീഴും. അപ്പോൾ ഇവിടെ റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് ഇമ്പൾസും സംഭവിക്കുന്നുണ്ട്.